ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിൽ കണക്കുകൾ പുറത്ത് 2018 ഏപ്രിൽ 14-ന് 63.51 ലക്ഷം രൂപ ക്ലർക്ക് സംഗീത് ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു. 15 ലക്ഷം രൂപ സംഗീത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. 58 ചെക്കുകളിലൂടെ 1.14 കോടി രൂപ തട്ടിയെടുത്തു. ബോർഡുമായി ബന്ധമില്ലാത്ത സുനിൽ എന്നയാളുടെ പേരിലും 1 കോടി രൂപ തട്ടി. അക്കൗണ്ട് മാറിയിട്ടും പഴയ അക്കൗണ്ടിൽ പണം എത്തിയതെങ്ങനെ എന്ന ചോദ്യത്തിൽ ക്ഷേമനിധി ബോർഡിന് ഉത്തരമില്ല. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. പക്ഷേ ആ തട്ടിപ്പ് എങ്ങനെ നടത്തി എന്നുള്ളത് അതിലേറെ ഗൗരവതരവുമാണ്. 2018 ഏപ്രിൽ 14-നാണ് 63.51 ലക്ഷം രൂപ ക്ലർക്ക് സംഗീത ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത്. പിന്നെ തുടരെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തന്നെയാണ് നടത്തിയത് എന്ന് മാത്രമല്ല, ഈ ബോർഡുമായി ബന്ധമില്ലാത്ത സുനിൽ എന്നയാളുടെ പേരിലും 1 കോടി രൂപ തട്ടി എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ നാൾവഴികൾ? ഈ തട്ടിപ്പിന്റെ നാൾവഴികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ക്ഷേമനിധി ബോർഡിന് പോലും ഈ കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘത്തിന് പോലും അതിലൊരു പൂർണ്ണമായ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ 2014 മുതലെങ്കിലും സംഗീത ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു 5 വർഷ കാലയളവിലെങ്കിലും സംഗീത ഈ തട്ടിപ്പ് തുടർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇതുവരെ പുറത്തു വന്ന കണക്കുകളുടെ പൂർണ്ണ വിവരമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ പറയുന്നത് അനുസരിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്, അതായത് സംഗീതം നടത്തിയിട്ടുള്ള 2018 മുതൽ നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ എന്ന് പറയുന്നത് 2018 ഏപ്രിൽ 14-ന് 63.51 ലക്ഷം രൂപ ക്ഷേമനിധി അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നു. ഒരു 15 ലക്ഷം രൂപ കൂടി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇതിനിടയിൽ 2018 മുതലുള്ള കാലയളവിൽ ഏതാണ്ട് 58 ചെക്കുകളിലൂടെ 1.14 കോടി രൂപ സംഗീത പിൻവലിക്കുന്നുണ്ട്. അതിൽ 2 തവണ ക്യാഷായും ബാക്കിയെല്ലാം സ്വന്തം അക്കൗണ്ടിലേക്കുമാണ് സംഗീത ഈ പണം മാറ്റുന്നത്. പിന്നീട് ഈ പറയുന്ന രീതിയിൽ ക്ഷേമനിധി ബോർഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത സുനിൽ എന്ന് പറയുന്ന ഒരാളുടെ പേരിലും 1 കോടിയോളം രൂപ സംഗീത തട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പറയുന്നത് പോലെ ഇതൊരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ നമുക്ക് വിജിലൻസിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2014 മുതലെങ്കിലും ഈ രീതിയിലുള്ള തട്ടിപ്പ് സംഗീതം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ കണക്ക് കൂട്ടുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ പറയുന്ന രീതിയിൽ 2018 മുതൽ 19 വരെയുള്ള കാലയളവിനെ പറ്റിയുള്ള ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു ലോട്ടറി ക്ഷേമനിധി വകുപ്പ്. ഈ ക്ഷേമനിധി വകുപ്പ് ഇത്തരത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തി, ഒരു ജില്ലാ ലോട്ടറി ഓഫീസർ നടത്തിയ അന്വേഷണമാണ്. അത് റിപ്പോർട്ട് ഈ പറയുന്ന രീതിയിൽ സർക്കാരിനും വകുപ്പിനുമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള നടപടിയിലേക്കും സർക്കാർ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ സംഗീതത്തിന് പുറമെ അന്നത്തെ ചുമതലകളിൽ ഉണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരുടെ പേരുകളും, ഏതാണ്ട് സംഗീതടക്കം 7 പേരുടെ പേരുകളാണ് ഈ ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ടിലുള്ളത്. അതിൽ ഒരാൾ ലോട്ടറി വകുപ്പിലെ ഉന്നതനുമാണ്. പക്ഷേ ആ പേരുകൾക്കെതിരെയോ ആ ഉദ്യോഗസ്ഥർക്കെതിരെയോ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും ലോട്ടറി വകുപ്പ് കടക്കാത്തൊരു പ്രത്യേക സാഹചര്യവും കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഈ തട്ടിയെടുത്ത പണം അത് ഒന്ന് ചെക്കുകൾ വഴിയും സ്വന്തം അക്കൗണ്ടിലേക്കുമൊക്കെ സംഗീത പണം മാറ്റുമ്പോൾ, ക്യാഷ് ബുക്കിലും ചെക്ക് രജിസ്റ്ററിലുമൊക്കെ കൃത്രിമത്വം വരുത്തുമ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അവർ അറിഞ്ഞിരുന്നില്ല എങ്കിൽ അത് ഏത് രീതിയിൽ സംഗീതനെ പോലെ ഒരു ക്ലർക്കിന് മാത്രമായി ചെയ്ത് നടത്താൻ പറ്റിയിട്ടുള്ളൊരു തട്ടിപ്പായി ഇതിനെ കാണാൻ കഴിയില്ല. അവർ അറിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വാദത്തിന് അതുകൊണ്ട് തന്നെ അർത്ഥമില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങളും റിപ്പോർട്ടുകളും എല്ലാം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടും ആ രീതിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ആ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും സർക്കാർ പോയിട്ടില്ല എന്നുള്ളൊരു സവിശേഷമായ സാഹചര്യം നിലനിൽക്കുന്നു. ആ റിപ്പോർട്ടിൽ കഴിഞ്ഞ ഏപ്രിൽ 14-ന് നൽകിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ഇത്രയും ദിവസമായിരിക്കുന്നു. പ്രാഥമികമായിട്ടുള്ള ഒരു അച്ചടക്ക നടപടി പോലും ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കാൻ ഇപ്പോഴും വകുപ്പ് തയ്യാറായിട്ടില്ല. വിജിലൻസിന്റെ പരിശോധന തുടരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ സർക്കാർ അടയിരിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെയാണ് സംഗീത തട്ടിയെടുത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ കണക്കുകൾ നമ്മൾ പുറത്തുവിടുന്നത്. അതോടൊപ്പമാണ് 2014 മുതൽ സംഗീത ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 4 കോടിയോളം രൂപ, കൃത്യമായി പറയുകയാണെങ്കിൽ 3.92 ലക്ഷം രൂപയോളമുള്ള തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് 5-6 കോടിയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തെ പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്കും മറ്റും ലഭിക്കേണ്ട പണത്തിലാണ്
ഈ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ ഒരു വിഷയത്തിൽ സർക്കാരിന് ഏതെങ്കിലും രീതിയിലുള്ള നടപടി സ്വീകരിക്കാനോ വകുപ്പിനും ഏതെങ്കിലും രീതിയിലുള്ള നടപടി സ്വീകരിക്കാനോ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു ഗുരുതരമായ അലംഭാവം, ഒരു ഗുരുതരമായ ഉദാസീനത സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഈ നിമിഷം തർക്കമില്ലാത്ത കാര്യമാണ്. രോഹിണി. അതെ പ്രജിത്ത്, അതുമാത്രമല്ല ഈ കോടികളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തട്ടിപ്പ് പുറത്തു വന്നിട്ടും നമുക്കറിയാം, നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ക്ലർക്കിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇതിൽ കൃത്യമായ ഒരു ഇടപെടലും സഹായവും ഒക്കെ മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സൂചനകളും വരുന്നുണ്ട്. സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ടിൽ നിന്ന് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അന്വേഷണം നിൽക്കുകയാണെങ്കിൽ അത് സംഗീതയിൽ മാത്രമേ എത്തി നിൽക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ സംഗീതത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിൽ മറ്റ് പലരുടെയും സഹായമുണ്ട്, ഒത്താശയുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. കണക്കുകൾ സൂചിപ്പിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാങ്കേതികമായി മാത്രം നോക്കുമ്പോൾ സംഗീത് എന്ന വ്യക്തിയിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ മറ്റ് ധാരാളം കരങ്ങളുണ്ട് എന്നല്ലേ അനുമാനിക്കേണ്ടത്. രോഹിണി, ഒരു ചെക്ക് ബുക്ക് അല്ലെങ്കിൽ ഒരു ചെക്കിൻ്റെ ഒരു ലീഫ് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വരുന്ന പണം, ക്ഷേമനിധി അക്കൗണ്ടിലേക്ക് വരുന്ന പണം, ഇത് ഡീല് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിലാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വീഴ്ചകൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ചെക്ക് വരുന്നു, ക്ലർക്കിൻ്റെ കയ്യിൽ ഒരു ചെക്ക് വരുന്നു, ആ ചെക്ക് ക്ലർക്കിൻ്റെ കയ്യിൽ നിന്ന് തൊട്ടടുത്തുള്ള സൂപ്പർവൈസറി തസ്തികയിലുള്ള ജോയിന്റ് സൂപ്രണ്ടിൻ്റെ കയ്യിലേക്ക് ചെക്ക് എത്തണം. തുടർന്ന് അതിനിടയിൽ മറ്റു ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാം പരിശോധനകൾക്ക് ശേഷം സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. ആ തസ്തികയിലാണ് ഇതിൻ്റെ ഒരു അവസാന നടപടിക്രമങ്ങൾ നടക്കുക. സാധാരണഗതിയിൽ ലോട്ടറി ക്ഷേമനിധി വകുപ്പിന് ഒരു സിഇഒ ഉണ്ടാവും, ആ ലോട്ടറി ക്ഷേമനിധി ബോർഡിന് ലോട്ടറി ക്ഷേമനിധി ബോർഡിന് ഒരു സിഇഒ ഉണ്ടാവും. ആ സിഇഒ എന്ന് പറയുന്നത് സംസ്ഥാന ലോട്ടറി വകുപ്പ് ഡയറക്ടർ ആയിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഇത്രയധികം ജോലി തിരക്കുള്ള ആളായതിനാൽ തന്നെ അദ്ദേഹം ഒരു നേരിട്ട് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു സാഹചര്യം ലോട്ടറി ക്ഷേമനിധി ബോർഡിലില്ല. ഒരു എക്സ് ഒഫീഷ്യോ പദവി എന്നതുപോലെ അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രം എന്നതുപോലെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പരമാധികാരി എന്നുള്ളത്. അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നടപടികൾ മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയും ഉദ്യോഗസ്ഥർ, ഈ സംഗീതടക്കം 7 ഉദ്യോഗസ്ഥർ, അതിന് ഏറ്റവും മുകളിൽ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ, ഇത്രയും പേർ ഈ ചെക്കുകൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവരുടെ ഒപ്പുകൾ പല നടപടിക്രമങ്ങളുടെയും ഭാഗമായി ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും വരുന്ന വകുപ്പിലേക്ക് ക്ഷേമനിധി ബോർഡിലേക്കും വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ പണത്തിന്റെ കണക്കുകൾ കൃത്യമായി ക്യാഷ് ബുക്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ചെക്ക് ഉപയോഗിക്കുമ്പോൾ ആ ചെക്ക് ബുക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഈ പറയുന്ന രേഖകളും അത് ഈ സൂപ്പർവൈസറി ഓഫീസർമാരും ഈ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർമാരും ഒക്കെ പരിശോധിച്ച് ദിവസവും ക്ലോസ് ചെയ്യേണ്ട സാഹചര്യവും നിലനിൽക്കുന്നതാണ്. അപ്പോൾ അവിടെയൊന്നും കൃത്യമായ പരിശോധന നടത്താതിരുന്നത് ഈ ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പിൽ കൃത്യമായി പങ്ക് വഹിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെയാണ് വർഷത്തിൽ 2 തവണയായി ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ഓഡിറ്റിംഗ് നടക്കാറുണ്ട്. ഈ ഓഡിറ്റിംഗ് വിഭാഗത്തെയും വ്യാജരേഖകൾ ഉണ്ടാക്കി പറ്റിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അവരെയും വളരെ വിദഗ്ധമായി കബളിപ്പിച്ചു. അതും ഈ സംഗീത് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു ചെക്ക് ബുക്ക് രജിസ്റ്ററിലോ ഒരു ക്യാഷ് ബുക്കിലോ ഒക്കെ രജിസ്റ്ററിലോ ഒക്കെ ചെറിയ ക്രമക്കേടുകൾ വന്നാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അത്തരം ക്രമക്കേടുകൾ കൃത്യമായി അതിവിദഗ്ധമായി വരുത്താൻ വേണ്ടി സംഗീതിന് ഈ ഉദ്യോഗസ്ഥർ സഹായം ചെയ്തിട്ടുണ്ട്. അതിന് അവർക്ക് കൃത്യമായ പാരിതോഷികം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ അവർ കൂടി ഉൾപ്പെട്ടിട്ടാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നുള്ളതാണ്. എന്തായാലും ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടുകളിൽ കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. ഇപ്പോൾ നമ്മൾ 63 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞു. ഈ 63 ലക്ഷം രൂപ സംഗീത് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വകുപ്പിന് ഒരു വ്യക്തതയില്ല. കാരണം ബാങ്ക് രേഖകൾ പോലും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അത് അന്ന് പഴയ SBIയുടെ ഒരു പഴയ അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ വന്ന പണത്തിലാണ് ഈ സംഗീത് തട്ടിപ്പുകൾ മുഴുവൻ നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പോലും ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പോലും പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2018 ഓഗസ്റ്റിൽ അതുവരെ ഉണ്ടായിരുന്ന SBI അക്കൗണ്ടിൽ നിന്ന് ആ ഫെഡറൽ ബാങ്കിന്റെ മറ്റു അക്കൗണ്ടിലേക്ക് ഈ ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ട് സംവിധാനം പൂർണ്ണമായും മാറ്റിയിരുന്നു. പക്ഷേ 2018 ഓഗസ്റ്റിന് ശേഷവും ഈ പഴയ SBI അക്കൗണ്ടിൽ തുടർച്ചയായി ക്ഷേമനിധി ബോർഡിന് ലഭിക്കേണ്ട അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിലേക്ക് വന്നുകൊണ്ടിരുന്ന പണം അത് വരുന്നുണ്ടായിരുന്നു. ആ പണത്തിലാണ് പ്രധാനമായും ഈ രീതിയിൽ സംഗീത് തട്ടിപ്പ് നടത്തിയത്. അപ്പോൾ ഒരു അക്കൗണ്ട് അത് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. മറ്റൊരു അക്കൗണ്ടിലേക്ക് മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ക്ഷേമനിധി ബോർഡ് മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി. എന്നിട്ടും പിന്നെ എങ്ങനെ SBIയുടെ ഈ അക്കൗണ്ടിൽ ഈ പഴയ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു
ചോദ്യത്തിനും ക്ഷേമനിധി ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു ഉത്തരവുമില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അവശതകൾ അനുഭവിക്കുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് ലോട്ടറി തൊഴിലാളികൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവരുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച ഒരു ബോർഡ്, അതിനു വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന പണം, ക്ഷേമനിധി, അവരുടെ നിന്ന് എടുക്കുന്ന അംശാദായം, സർക്കാരിന്റെ സഹായം, ലോട്ടറി വകുപ്പിൽ നിന്നുള്ള പണം, ഇവയെല്ലാം ഒരു ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു. ആ ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തതിനൊപ്പം 7 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ആഭ്യന്തര അന്വേഷണ സമിതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പോലും സർക്കാരോ ലോട്ടറി വകുപ്പോ തയ്യാറാകാത്ത സവിശേഷമായ സാഹചര്യവും സംസ്ഥാനത്തുണ്ട്. അതെ, തീർച്ചയായും കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടും അതിന് ഉത്തരവാദികളെ കണ്ടെത്തിയിട്ടും സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം തുടരുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായ മറ്റൊരു വസ്തുത. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.